ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ചില താരങ്ങൾ മാത്രമുണ്ടാകും. കളിയുടെ സൗന്ദര്യത്തെ മാറ്റിമറിക്കുകയും കാണികളെ മായാജാലത്തിലെത്തുകയും ചെയ്യുന്നവർ. അത്തരത്തിൽ ഒരാളാണ് മസൂദ് ഓസിൽ. അസിസ്റ്റുകളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ താരത്തിന്റെ കാലുകളിൽ പന്തെത്തിയാൽ കളിസ്ഥലം തന്നെ ഒരു കലാരൂപമായി മാറും. വെറും സ്പർശനങ്ങൾ കൊണ്ട് പ്രതിരോധങ്ങളെ തകർത്തെറിയുന്ന കഴിവും പാസ് നൽകിയ സഹതാരങ്ങളെ ഗോൾ നേടാൻ ഒരുക്കുന്ന ശൈലിയും ഓസിലിനെ വേറിട്ട് നിർത്തി. ജർമ്മൻ ദേശീയ ടീമിനും റയൽ മാഡ്രിഡിനും ആഴ്സണലിനും വേണ്ടി കളിച്ച കാലത്ത് അദ്ദേഹം കളിസ്ഥലത്തുണ്ടെങ്കിൽ ആരാധകർക്ക് പ്രതീക്ഷകളുടെ പരിധികളില്ലായിരുന്നു. 2010 ലോകകപ്പിൽ മിന്നിത്തിളങ്ങിയാണ് അദ്ദേഹം ഫുട്ബോൾ ലോകത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ആ ലോകകപ്പിൽ ഓരോ മത്സരത്തിലും കാണിച്ച ഓസിലിന്റെ പ്രകടനം തന്നെ അദ്ദേഹത്തിന്റെ ഭാവിയിലെ മാസ്റ്റർ പ്ലേ മേക്കറാക്കി പ്രഖ്യാപിച്ചു. റയൽ മാഡ്രിഡിലെ ഓസിലിന്റെ കാലഘട്ടം അദ്ദേഹത്തിന്റെ കരിയറിലെ സ്വർണ്ണ പുറങ്ങളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും കരീം ബെൻസെമയ്ക്കും ഒപ്പം ഗോൾ നേടാൻ വഴിയൊരുക്കിയ അതുല്യമായ പാസുകൾ ഓർമ്മിക്കാത്തവരായി ആരുമില്ല. പലപ്പോഴും റൊണാൾഡോ തന്നെ തുറന്നു പറഞ്ഞിരുന്നു, ഓസിലിന്റെ പാസ് ഇല്ലാതെ ഞാൻ ഇത്രത്തോളം ഗോൾ നേടുമായിരുന്നോ എന്ന് എനിക്കറിയില്ല എന്ന്. റയൽ മാഡ്രിഡിന്റെ ആക്രമണ ഭാവനകൾക്ക് ജീവൻ നൽകി മുന്നോട്ട് കൊണ്ടുപോയ ഒരാളായിരുന്നു അദ്ദേഹം. സാധാരണ താരങ്ങൾക്ക് മുൻപിൽ കാണാൻ കഴിയാത്ത ഇടങ്ങൾ ഓസിൽ കണ്ടുപിടിച്ചു. ഒരു കണ്ണിറുക്കൽ, ഒരു ചില്ല് പോലും കാണാനാവാത്ത വിടവിലൂടെ അദ്ദേഹത്തിന്റെ പാസ് ലക്ഷ്യത്തിലെത്തും. ഫുട്ബോൾ ലോകത്ത് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കലയുടെ അവതാരം എന്നൊരു ചിന്ത ആരാധകരുടെ മനസ്സിൽ വിരിഞ്ഞിരുന്നു. 2013 ആഴ്സണലിലേക്ക് മാറിയപ്പോൾ പ്രീമിയർ ലീഗിനും ഇംഗ്ലീഷ് ഫുട്ബോളിനും ഒരു തരത്തിലുള്ള പുതിയ കലാരസം ലഭിച്ചു. ആഴ്സണൽ ആരാധകർക്ക് ഓസിൽ വെറും ഒരു താരമല്ലായിരുന്നു, അവരുടെ ക്ലബിന്റെ ഭാവി പ്രതീക്ഷയായിരുന്നു. 2015-16 സീസണിൽ 19 അസിസ്റ്റുകൾ നൽകി ഹെൻറി റെക്കോർഡ് തൊടാൻ വരെ എത്തിയപ്പോൾ ഇംഗ്ലണ്ടിൽ പോലും ഓസിൽ പിച്ചിലെ മായാജാലക്കാരൻ എന്നൊരു വിശേഷണം ഉറപ്പിച്ചു. പന്ത് ലഭിക്കുന്നയുടൻ ആരാണ് എവിടെയാണ് നിൽക്കുന്നത്, എത്ര സെക്കൻഡിനുള്ളിൽ അവിടെ എത്തും എന്നത് കൃത്യമായി മനസ്സിലാക്കി ഒരിക്കലും വിഫലമാകാത്ത രീതിയിൽ പാസ് നൽകുന്ന അപൂർവമായ കഴിവാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പഴയ പരിശീലകരും താരങ്ങളും പറഞ്ഞു, ഓസിലിന്റെ കണ്ണുകൾ ക്യാമറകളെക്കാൾ വേഗത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടം 2014 ലോകകപ്പ് വിജയം തന്നെയായിരുന്നു. ജർമ്മനി ബ്രസീലിനെ 7-1 തകർത്ത മത്സരം ഇന്നും ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ്. അതിലെ പ്രധാന ക്രിയേറ്റീവ് ശക്തി മസൂദ് ഓസിലായിരുന്നു. അന്ന് ലോകം കണ്ടത് ഒരാൾക്ക് എത്രത്തോളം ടീമിനെ മാറ്റിമറിക്കാൻ കഴിയുമെന്നതാണ്. അവസാനം അർജന്റീനയ്ക്കെതിരായ ഫൈനലിൽ ഗോൾ നേടിയത് മറിയെ ഗോട്സെ ആയിരുന്നെങ്കിലും ആ ഗോളിന്റെ വഴിത്തിരിവുകൾ ഒരുക്കിയത് ഓസിലിന്റെ നേതൃത്വത്തിലുള്ള ജർമ്മൻ മധ്യനിര തന്നെയായിരുന്നു. ലോകകപ്പ് കിരീടം നേടിയതിനു ശേഷം പോലും അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു, ഞാൻ ചെയ്തത് എൻ്റെ കടമ മാത്രമാണ്, ഈ വിജയം ജർമ്മൻ ജനത്തിനുള്ളതാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാനം പ്രതീക്ഷിച്ചതുപോലെ അത്ര നല്ലതായിരുന്നില്ല. 2018 വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു തിരിമറി സൃഷ്ടിച്ചു. തുർക്കി പ്രസിഡന്റിനൊപ്പം എടുത്ത ചിത്രം അദ്ദേഹത്തെ വംശീയ ആക്രമണങ്ങളുടെ ലക്ഷ്യമാക്കി. ഞാൻ ജയിച്ചാൽ ജർമ്മൻകാരനും തോറ്റാൽ കുടിയേറ്റക്കാരനുമാണെന്ന് പറഞ്ഞ് ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചപ്പോൾ ലോകം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞ വേദന കണ്ടിരുന്നു. ഫുട്ബോൾ ആരാധകർക്ക് അത് വലിയൊരു ഞെട്ടലായിരുന്നു സമ്മാനിച്ചിരുന്നത്. കളിസ്ഥലത്തെ മികവിന് പരിധിയില്ലാത്ത ഒരാൾക്ക് തന്റെ വേരുകൾ കാരണം ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നത് ദുഃഖകരമാണ്. വംശീയത ഫുട്ബോളിന്റെ സൗന്ദര്യത്തെ പോലും ബാധിച്ച സംഭവമായി അത് ഓർമ്മിപ്പിക്കപ്പെടും. ക്ലബ്ബ് ഫുട്ബോളിലും ഓസിലിന് അവസരം പലപ്പോഴും അനീതിപൂർണമായിരുന്നു. ആഴ്സണലിൽ നിന്ന് പുറത്താക്കിയ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ മുറിവുകളാണ് ഉണ്ടാക്കിയത്. എന്നാൽ അദ്ദേഹം ഒരിക്കലും പരാതി പറയുന്ന രീതിയിലായിരുന്നില്ല. എനിക്ക് കളി മാത്രമല്ല പ്രധാനമായിരുന്നത്, അത് കാണികൾക്കായി എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ബെനേർബച്ചോക്കും ഇസ്താംബുൾ ബക്സാസിനും വേണ്ടി കളിച്ചെങ്കിലും പരിക്കുകളുടെ സമ്മർദ്ദം അദ്ദേഹത്തെ ശല്യപ്പെടുത്തി. അവസാനമായി 2023 വെറും 34-ാം വയസ്സിൽ വിരമിച്ചുവെങ്കിലും അത് അദ്ദേഹത്തിന്റെ മഹത്വത്തെ ഒന്നും കുറയ്ക്കുക ചെയ്തില്ല. മറിച്ച് ഓസിൽ എത്ര കാലം കൂടി കളിച്ചിരുന്നെങ്കിൽ എന്നൊരു വിലാപം മാത്രമാണ് ആരാധകർക്കിടയിൽ ശേഷിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് മാറിയെങ്കിലും ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയത്തിൽ ഇന്നും ഓസിൽ ജീവിക്കുകയാണ്. ഈ സ്പോർട്സ്, ഫാഷൻ ബ്രാൻഡ്, സേവന മേഖലകൾ തുടങ്ങിയ മേഖലകളിൽ ഓസിൽ ഇപ്പോഴും സജീവമാണ്. സമൂഹത്തിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി സഹായങ്ങൾ എത്തിക്കുന്നതിനും മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നതിനും അദ്ദേഹം തന്റെ സമയം വിനിയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ
മീഡിയയിലൂടെ ആരാധകരുമായി ഇടയ്ക്കിടെ സംവദിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹീറോ തന്നെയാണ്. മസൂദ് ഓസിലിന്റെ കഥ വെറും ഫുട്ബോളിന്റെ കഥയല്ല, അത് ഒരു കലാകാരന്റെ യാത്രയാണ്. പിച്ചിൽ അദ്ദേഹം വരച്ചത് വെറും പാസുകളായിരുന്നില്ല, അത് കവിതകളായിരുന്നു. ഫുട്ബോൾ കാണാനെത്തിയവർക്ക് അത് വെറും മത്സരമായിരുന്നില്ല, മറിച്ച് ഒരു കലാപ്രകടനമായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം കളി അവസാനിപ്പിച്ചേക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ മായാജാലം ഒരിക്കലും അവസാനിക്കുന്നില്ല. ചരിത്രം എന്നും ഓർമ്മിപ്പിക്കുമെന്ന് ഉറപ്പാണ് ഓസിലിനെ.